discuss about the class Anatomy of Flowering Plants. First, we will discuss the tissue system. Tissue system, there are three types of tissue system: epidermal tissue system, ground tissue system, vascular tissue system. Epidermal and ground and vascular. Tissue system നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? according to the structure and location of tissues. Tissues എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു group of cells together forms a group of cells together form tissues. ഒരു കൂട്ടം സെൽസ് ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. അതിൽ തന്നെ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ടിഷ്യൂസ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. Epidermal tissue system that consists epidermis, stomata and epidermal appendages. Epidermis, stomata and epidermal appendages. What is epidermis? Epidermis എന്താണ് നമുക്ക് നോക്കാം. Epidermis is a long, elongated, compactly arranged cells. ഇങ്ങനെ ഇരിക്കും. അതായത് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്, ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് കവേർഡ് ബൈ എ തിക്ക് ലൈനിങ് കോൾഡ് ക്യൂട്ടിക്കിൾ. എപ്പിഡെർമിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് ലൈനിങ് ഉണ്ടാവും, ദാറ്റ് ഈസ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് പ്രിവെൻറ്റ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. റൂട്ട്സിൽ എടുത്തു കഴിഞ്ഞാൽ ക്യൂട്ടിക്കിൾസ് ആർ ആബ്സെൻറ്റ്. റൂട്ട്സിൽ ക്യൂട്ടിക്കിൾ ഉണ്ടാവില്ല, കാരണം അവിടെ വെള്ളത്തിന് അകത്തേക്ക് കടക്കുന്നത് തടയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് റൂട്ട്സിൽ ക്യൂട്ടിക്കിൾസ് ആർ ആബ്സെൻറ്റ്. ഇനി നെക്സ്റ്റ് ഈസ് ദി stomata. Stomata are the important portion in epidermal tissue system. സ്റ്റൊമേറ്റ കാണുന്നത് എപ്പിഡെർമിസിൽ ഇങ്ങനെയാണ് സ്റ്റൊമേറ്റ കാണുന്നത്. എപ്പിഡെർമിസിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോർഷനിലായിട്ട് സ്റ്റൊമേറ്റ കാണുന്നു. സ്റ്റൊമേറ്റ ആർ ദ ടു ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ്. ഇങ്ങനെയാണ് സ്റ്റൊമേറ്റ ഇരിക്കുന്നത്. ടു ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ്. ദീസ് ഗാർഡ് സെൽസ് എൻക്ലോസിങ് എ സ്പേസ് നോൺ ആസ് stomatal pore. ഇതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ട്, ദാറ്റ് ഈസ് ദ stomatal pore. The outer portion is thin and the inner portion is thick. Inner portion thick-ഉം outer portion thin in nature. And stomata contain chloroplast. സ്റ്റൊമേറ്റയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകും. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റൊമേറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോട്ടോസിന്തസിസ് ആണ് ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്റ്റൊമേറ്റ എന്ന് നമ്മൾ പറയുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആൻഡ് ദാറ്റ് എൻകറേജ് ദ ട്രാൻസ്പിറേഷൻ പ്രോസസ്സ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റൊമേറ്റയുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഫസ്റ്റ് എപ്പിഡെർമിസിനെ കുറിച്ച് പറയുന്നത്. എപ്പിഡെർമിസ് ഈസ് ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആണ്. ദ എപ്പിഡെർമിസ് ഈസ് കവേർഡ് ബൈ എ തിക്ക് ലെയർ കോൾഡ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾസ് ആർ ആബ്സെൻറ്റ് ഇൻ റൂട്ട്സ്. ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് പ്രിവെൻറ്റ് ട്രാൻസ്പിറേഷൻ പ്രോസസ്. Then stomata ആണ് അടുത്ത സ്ട്രക്ചർ. stomata ടു ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ് ആണ്. അതായത് സ്റ്റൊമേറ്റയുടെ നടുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് stomatal pore, and outer wall is thin and the inner wall is thick in nature. And
സ്റ്റൊമേറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ്. സ്റ്റൊമേറ്റ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. ദ ഫംഗ്ഷൻ ഈസ് ഫോട്ടോസിന്തസിസ്. ഇനി മോണോകോട്സ്. ഇൻ മോണോകോട്സിൽ ഈ സ്റ്റൊമേറ്റയുടെ ഷേപ്പ് മാറുന്നു. ദ ഷേപ്പ് ഓഫ് സ്റ്റൊമേറ്റ ഈസ് ഡംബൽ ഷേപ്പ്. മോണോകോട്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഗ്രാസസ് എടുക്കാം. ഗ്രാസസിൽ സ്റ്റൊമേറ്റയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ദ എപ്പിഡെർമൽ അപ്പൻഡേജസ്. Epidermal appendages are trichomes and hairs. Trichomes, hairs. Hairs and trichomes are epidermal appendages എന്ന് പറയുന്നത്. Trichomes are the stem hairs ആണ്. അതായത് നമ്മൾ സ്റ്റെമ്മിൽ കാണുന്ന ചെറിയ ചെറിയ hairs ആണ് trichomes എന്ന് പറയുന്നത്. Hairs എന്ന് പറയുമ്പോൾ root hairs. Root hairs that absorb water and minerals from the soil. Stem hairs in the function that can be stem ചെറിയ hairs പോലെ കാണുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? That give protection കൊടുക്കുന്നുണ്ട്. അതുപോലെ help in dispersal of fruit and seed. അതുപോലെ തന്നെ they are multicellular or unicellular in nature. ഇതെല്ലാം important points ആണ് ട്രൈക്കോംസിനെ പറ്റി. അപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന ഇത്രയും പോയിന്റ്സുകളാണ്. ഫസ്റ്റ് വൺ എപ്പിഡെർമിസ്, then stomata, then epidermal appendages. Epidermis is a compactly packed elongated cells covered by thick layer called cuticle. Cuticle function prevent transpiration and roots edukkaanengil cuticles are absent. Then stomata ennu parayunnathu two bean shaped guard cells aanu. adile stomata enclosing a pore known as stomatal pore. And stomata മോണോകോട്സിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റൊമേറ്റയുടെ ഷേപ്പ് മാറി ഡംബൽ ഷേപ്പ് ആവുന്നു. ദെൻ ഔട്ടർ വോൾ ഈസ് തിൻ ആൻഡ് ദ ഇന്നർ വോൾ ഈസ് തിക്ക് ഇൻ നേച്ചർ സ്റ്റൊമേറ്റയുടെ. ദെൻ അതിൻ്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഫോട്ടോസിന്തസിസ് ആകും. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിറേഷനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതുമാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് trichomes and hairs. These are the epidermal appendages. Trichomes means stem hairs. റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് റൂട്ട് ഹെയർസ് ആണ്. റൂട്ട് ഹെയർസിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാവുന്നതാണ്. മണ്ണിൽ നിന്ന് വെള്ളവും അതുപോലെ തന്നെ മിനറൽസ് എല്ലാം വലിച്ചെടുക്കുക എന്നുള്ളതാണ് റൂട്ട് ഹെയർസ്. സ്റ്റെം ഹെയർസ് എന്ന് പറയുമ്പോൾ ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു ദ പ്ലാന്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഡിസ്പോസൽ ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ്. ട്രൈക്കോംസ് എങ്ങനെയൊക്കെ ആകാം? യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ ഇൻ നേച്ചർ. ദെൻ വേറൊരെണ്ണം പറയുന്നത് സബ്സിഡറി സെൽസ് ആണ്. അഗെയിൻ വൺ പോയിന്റ് ഈസ് സബ്സിഡറി സെൽസ്. സബ്സിഡറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ചേഞ്ച് ദെയർ ഷേപ്പ്, ദാറ്റ് ഈസ് നോൺ ആസ് സബ്സിഡറി സെൽസ്. അതായത് സ്റ്റൊമേറ്റയുടെ ഇവിടെയുള്ള സെൽസ് എപ്പിഡെർമൽ സെൽസ് ആണ്. എപ്പിഡെർമൽ സെൽസിലാണ് സ്റ്റൊമേറ്റ കാണുന്നത്. പക്ഷേ ചില സമയത്ത് സ്റ്റൊമേറ്റയുടെ ചുറ്റുമുള്ള ഈ എപ്പിഡെർമൽ സെൽസിൻ്റെ ഷേപ്പ് മാറി അത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ അങ്ങനെ ഇരിക്കുന്നു. ദാറ്റ് നോൺ ആസ് സബ്സിഡറി സെൽസ്. ഇമ്പോർട്ടൻ്റ് ആണ് സബ്സിഡറി സെൽസ്. ആൻഡ് അഗെയിൻ വൺ പോയിന്റ് ഈസ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്. സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ്, അതായത് ഇവിടെ ഈ എൻക്ലോസിങ് ആ ഒരു സ്പേസിന് പറയുന്നതാണ് സ്റ്റൊമേറ്റൽ പോർ. ഈ സ്റ്റൊമേറ്റൽ പോറും ഗാർഡ് സെൽസും സബ്സിഡറി സെൽസും ഇത് മൂന്നും കൂടി ചേർന്നാണ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്. അതായത് സ്റ്റൊമേറ്റൽ പോർ, സ്റ്റൊമേറ്റ ആൻഡ് ദീസ് സബ്സിഡറി സെൽസ് ടുഗദർ നോൺ ആസ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ അടുത്തതെന്ന് പറയുന്നത് എപ്പിഡെർമൽ കഴിഞ്ഞു. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിൽസും കഴിഞ്ഞിട്ട് വരുന്നത്, അതായത്
all the tissues except epidermis and vascular bundles. അപ്പോൾ ഏതൊക്കെ ടിഷ്യൂസ് വരുമായിരിക്കും? They are the simple tissues ആണ്. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന സിമ്പിൾ ടിഷ്യൂസ് ആണ്. The simple tissues are parenchyma, collenchyma, sclerenchyma. And again one tissue is there, mesophyll. Mesophyll എന്ന് പറയുന്നത് they are found in the leaves, only in the leaves. Thin walled cells ആണ്, thin walled ആണ്, അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആണ്. അതായത് അതിൻ്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്ന ഇത്രയും ടിഷ്യൂസ് ആണ്: പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, മീസോഫിൽ. ഇതിൽ എപ്പിഡെർമിസും വരില്ല, വാസ്കുലർ ബണ്ടിൽസും വരുന്നില്ല. മീസോഫിൽസ് മാത്രം കാണുന്നത് ലീവ്സിൽ മാത്രം കാണുന്നൊരു ടിഷ്യൂ ആണ് മീസോഫിൽസ് എന്ന് പറയുന്നത്. തിൻ വോൾഡ് ആയിരിക്കും, ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ടിഷ്യൂസ് ആയിരിക്കും. ഫംഗ്ഷൻ ഈസ് ഫോട്ടോസിന്തസിസ്. ആൻഡ് നെക്സ്റ്റ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഈസ് vascular tissue system. Vascular tissue. Vascular tissue system contains vascular bundles. Vascular bundles എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? Xylem and phloem are the vascular bundles. Xylem, ഫ്ലോയം. സൈലത്തിൻ്റെ ഫ്ലോയത്തിനെയാണ് നമ്മൾ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. വാസ്കുലർ ബണ്ടിൽസ് ഒരു പ്ലാന്റിൽ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടിയാണ് വാസ്കുലർ ബണ്ടിൽസ് കൊടുത്തിരിക്കുന്നത്, സൈലം ഫ്ലോയം കൊടുത്തിരിക്കുന്നത്. ഇനി വാസ്കുലർ ബണ്ടിൽസ് ആർ ഡിവൈഡ് ഇൻ ടു 2 ടൈപ്പ്: ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ, ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. ഓപ്പൺ, ക്ലോസ്ഡ്. What is open vascular bundle? Open vascular bundle means cambium is present in between the xylem and phloem, that is known as open vascular bundle. അതായത് ഒരു വാസ്കുലർ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ സൈലം, ഫ്ലോയം, ഇവിടെ കാമ്പിയം, അതായത് കാമ്പിയം എന്ന് പറയുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. ദ കാമ്പിയം ഈസ് പ്രസൻറ്റ്. കാമ്പിയം അവിടെ ഉണ്ടെങ്കിൽ, സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാമ്പിയം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. ഇനി സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ ഇടയിൽ ദർ ഇസ് നോ കാമ്പിയം ഈസ് പ്രസൻറ്റ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ. അപ്പോൾ കാമ്പിയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന പ്ലാന്റ്സ് ആണ്. ഒരു പ്ലാന്റ് വളർന്നു വരുന്നതാണ് പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിന് വിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഗേർത്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഗേർത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ആര് വേണം? വാസ്കുലർ കാമ്പിയം വേണം. അങ്ങനെ വാസ്കുലർ കാമ്പിയം ഉള്ള പ്ലാന്റ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാസ്കുലർ ബണ്ടിൽസിനെ നമ്മൾ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയും. അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആയിരിക്കും? ഡൈക്കോട്ടാണ്, ഡൈക്കോട്ട് പ്ലാന്റ്സ്. വാസ്കുലർ കാമ്പിയം ഇല്ലാത്തത് മോണോകോട്ട് പ്ലാന്റ്സിലാണ്. കാരണം അവർക്ക് സെക്കൻഡറി ഗ്രോത്തിൻ്റെ ആവശ്യമില്ല. അവർ പ്രൈമറി ഗ്രോത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരുപാട് അവർ ഗേർത്ത് അല്ലെങ്കിൽ ഒരുപാട് വിഡ്ത്ത് വെക്കുന്നില്ല അവർക്ക്. അപ്പോൾ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഇനി അനദർ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിൻറ്റ് ആൻഡ് റേഡിയൽ. റേഡിയൽ, കൺജോയിൻറ്റ്. നമുക്ക് നോക്കാം. റേഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The vascular bundles are arranged in alternating manner on different radius. അതാണ് പറയുന്നത്. അതായത് ഒരു പെരിസൈക്കിൾ റീജിയണിൽ നമ്മൾ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പെരിസൈക്കിൾ റീജിയണിൽ ആദ്യം സൈലം, ദെൻ ഫ്ലോയം, ദെൻ സൈലം, ദെൻ ഫ്ലോയം, ദെൻ സൈലം, ദെൻ ഫ്ലോയം. അങ്ങനെ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഓൾട്ടർനേറ്റ് മാനറിൽ ഒരു സൈലം കഴിഞ്ഞ് ഒരു ഫ്ലോയം, ഒരു സൈലം കഴിഞ്ഞ് ഒരു ഫ്ലോയം, അങ്ങനെ ഓൾട്ടർനേറ്റ് മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓൺ ഡിഫറെൻറ്റ് റേഡിയസ്, അതായത് ഇതിൻ്റെ റേഡിയസ് ആയിരിക്കില്ല ഇതിൻ്റെ റേഡിയസ് ആയിരിക്കില്ല ഇതിൻ്റെ, അങ്ങനെ ഡിഫറെൻറ്റ് റേഡിയസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് റേഡിയൽ അറേഞ്ച്മെൻറ്റ് വാസ്കുലർ ബണ്ടിൽ. കൺജോയിൻറ്റ് എന്ന് പറയുമ്പോൾ വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഓൺ ദ സെയിം റേഡിയസ്. സെയിം റേഡിയസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വാസ്കുലർ ബണ്ടിൽസിനെയാണ് നമ്മൾ കൺജോയിൻറ്റ് എന്ന് പറയുന്നത്. റേഡിയൽ ടൈപ്പിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റൂട്ടാണ്. കൺജോയിൻറ്റ് ടൈപ്പിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റെമ്മും ലീവ്സും. സ്റ്റെമ്മും ലീവ്സും.
അപ്പോൾ vascular tissue system contains vascular bundles. Xylem and phloem are the vascular bundles. അതിൽ തന്നെ സൈലം ഫ്ലോയം എന്തിനു വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ വാസ്കുലർ ബണ്ടിൽ ഒരു പ്ലാന്റിൽ എന്തിനു വേണ്ടിയുള്ളതാണ്, സെക്കൻഡറി ഗ്രോത്തിന് വേണ്ടിയുള്ളതാണ്. ദെൻ വാസ്കുലർ ബണ്ടിൽസ് 2 ടൈപ്പ് ഉണ്ട്, ഓപ്പണും ക്ലോസും. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ cambium is present in between the xylem and phloem. That in dicot plants-ലാണ് cambium കാണുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുന്നു. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ there is no cambium is present in between the xylem and phloem. Again division അല്ലെങ്കിൽ again vascular bundles are divided into radial and conjoint type. Radial എന്ന് പറയുമ്പോൾ റൂട്ടിൽ കാണുന്നതാണ്, conjoint എന്ന് പറയുമ്പോൾ സ്റ്റെമ്മിലും ലീവ്സിലും കാണുന്നതാണ്. റേഡിയൽ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, vascular bundles are arranged in an alternate manner. Alternate manner എന്ന് പറഞ്ഞാൽ xylem phloem അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു on different radius. Conjoint എന്ന് പറയുമ്പോൾ on same radius. Xylem and phloem are arranged alternate manner അല്ല അവിടെ, xylem and phloem are arranged on same radiusലാണ് conjoint vascular bundle എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം ആണ് നമ്മളിവിടെ നോക്കിയത്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ടിഷ്യൂ സിസ്റ്റം നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, on the basis of structure and location of tissues. Epidermal tissue system എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം വരുന്നു, എപ്പിഡെർമിസ്, എപ്പിഡെർമൽ അപ്പൻഡേജസ്, സ്റ്റൊമേറ്റ. അതിൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് they are elongated compactly arranged cells ആണ്. Then എപ്പിഡെർമിസ് കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് ലെയർ കാണുന്നുണ്ട്, ദാറ്റ് ഈസ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് പ്രിവെൻറ്റ് ട്രാൻസ്പിറേഷൻ പ്രോസസ്. പിന്നെ എപ്പിഡെർമിസിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റ ഈസ് 2 bean shaped ഗാർഡ് സെൽസ് ആണ്. മോണോകോട്സിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറും, ഡംബൽ ഷേപ്പായിട്ട് മാറും. ദെൻ സ്റ്റൊമേറ്റയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ്. സ്റ്റൊമേറ്റയുടെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ മാറുന്നു, അല്ലെങ്കിൽ അതിന് ആ ഫംഗ്ഷനും കൂടി വരുന്നു, ദാറ്റ് ഈസ് ദ ഫോട്ടോസിന്തസിസ്. ദെൻ പിന്നെ പറഞ്ഞത് എപ്പിഡെർമിസ് കഴിഞ്ഞു, സ്റ്റൊമേറ്റ് കഴിഞ്ഞു, എപ്പിഡെർമൽ അപ്പൻഡേജസ്, ട്രൈക്കോംസും ഹെയർസും പറഞ്ഞു. ട്രൈക്കോംസും ഹെയർസും, ട്രൈക്കോം സ്റ്റെം ഹെയർ ആണ്, പ്രൊട്ടക്ഷനും ഡിസ്പേഴ്സൽ ഓഫ് ഫ്രൂട്ട് സീഡ്, അതുപോലെ തന്നെ ദാറ്റ് പ്രിവെൻറ്റ് ട്രാൻസ്പിറേഷനും ഉണ്ട്. അതായത് വെള്ളം പുറത്തേക്ക് പോകുന്നത് ഒരു പരിധി വരെ തടയാൻ അതിന് പറ്റും. അപ്പോൾ ആ ഫംഗ്ഷൻ ഉണ്ട്. റൂട്ട് ഹെയർസ് എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് ആണ്, അതായത് സ്റ്റൊമേറ്റൽ പോർ, അത് ഗാർഡ് സെൽസിൻ്റെ നടുക്കുള്ള സ്പേസിനെയാണ് നമ്മൾ വിച്ച് എൻക്ലോസിങ് എ സ്പേസ് കോൾഡ് ഗാർഡ് സെൽസ്, വിച്ച് എൻക്ലോസിങ് എ സ്പേസ് നോൺ ആസ് എന്താണത്, സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് ആണ്, അല്ലെങ്കിൽ സ്റ്റൊമേറ്റൽ പോറാണ്. അപ്പോൾ സ്റ്റൊമേറ്റൽ പോറും ഗാർഡ് സെൽസും പുറമേ വരുന്ന സബ്സിഡറി സെൽസും, ഇത് 3ഉം കൂടി ചേർന്നതാണ് സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സബ്സിഡറി സെൽസ്? സബ്സിഡറി സെൽസ് എന്ന് പറയുമ്പോൾ ഫ്യൂ ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ചേഞ്ച് ദെയർ ഷേപ്പ് and size, that is known as subsidiary cells. Epidermal tissue system കഴിഞ്ഞു. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? They are the simple tissues ആണ്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ആൻഡ് മീസോഫിൽ. മീസോഫിൽ എന്ന് പറയുമ്പോൾ ലീവ്സിൽ മാത്രം കാണുന്നതാണ്. They are thin walled chloroplast containing cells. Function is photosynthesis. Vascular tissue system ആണ് ലാസ്റ്റ് വൺ. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ വാസ്കുലർ ബണ്ടിൽസ് വരുന്നു, xylem and phloem വരുന്നു. അതിൽ തന്നെ 2 ഡിവിഷൻ വരുന്നു, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. Cambium is present in between the xylem and phloem, that is open. Cambium absent ആണെങ്കിൽ that is closed. അപ്പോൾ ക്ലോസ്ഡ് കാണുന്നത് മോണോകോട്ടിലും ഓപ്പൺ കാണുന്നത് ഡൈക്കോട്സിലുമാണ്. അഗെയിൻ ഡിവിഷൻ ആണ് റേഡിയൽ ആൻഡ് കൺജോയിൻറ്റ്. റേഡിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഓൾട്ടർനേറ്റ് മാനർ on different radius. Conjoint എന്ന് പറയുമ്പോൾ വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച്ഡ് ഓൺ ദ സെയിം റേഡിയസ്. കൺജോയിൻറ്റ് കാണുന്നത് സ്റ്റെമ്മിലും ലീവ്സിലും, റേഡിയൽ കാണുന്നത് റൂട്ടിലുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോർട്ടെക്സ് ഈസ് ദ റീജിയൻ ഫൗണ്ട് ബിറ്റ്വീൻ എൻഡോഡെർമിസ്. ഫസ്റ്റ് ഓപ്ഷൻ എൻഡോഡെർമിസ് ആൻഡ് പിത്ത്. സെക്കൻഡ് ഓപ്ഷൻ എൻഡോഡെർമിസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽസ്. എപ്പിഡെർമിസ് ആൻഡ് സ്റ്റീൽ. പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഇതിൽ നിന്ന് പറയുമ്പോൾ കോർട്ടെക്സ്, വാട്ട് ഈസ് ദ കോർട്ടെക്സ് റീജിയൻ? നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഇപ്പോൾ റൂട്ട് എടുത്താലും സ്റ്റെം എടുത്താലും ലീവ്സ് എടുത്താലും അതിൻ്റെ ഫസ്റ്റ് പോർഷൻ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് കഴിഞ്ഞ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. കോർട്ടെക്സ് എന്ന് പറയുന്നത് എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് വരുന്ന പോർഷനാണ്. ദെൻ എൻഡോഡെർമിസ് റീജിയൻ.
അപ്പോൾ കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയൻ എവിടം വരെയും വരും? എൻഡോഡെർമിസ് ആൻഡ് പിത്ത് ആണോ, എൻഡോഡെർമിസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽസ് ആണോ, എപ്പിഡെർമിസ് ആൻഡ് സ്റ്റീൽ, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഇതിൽ എപ്പിഡെർമിസ് തൊട്ട് സ്റ്റീൽ വരെയും വരുന്ന പോർഷൻ, അതല്ലെങ്കിൽ ഇവിടെ സ്റ്റീൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പിഡെർമിസ് തൊട്ട് എൻഡോഡെർമിസ് വരെ വരുന്ന പോർഷനാണ്, അല്ലെങ്കിൽ പെരിസൈക്കിൾ വരെയും വരുന്ന പോർഷനാണ് എന്ന് പറയുന്നതാണ് കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഈസ് the vascular cambium give rise to. Vascular cambium, primary phloem, bark, secondary phloem, cork. Vascular cambium എന്ന് പറയുന്നത് that give secondary phloem ആണ് ആൻസർ. Stomata in grass leaves are. Stomata in grass. Stomata ഗ്രാസിൽ വരുമ്പോൾ അത് എന്ത് ഷേപ്പ് ആകുന്നു? ഓപ്ഷൻ കിഡ്നി ഷേപ്ഡ്, ഡംബൽ ഷേപ്പ്, ബാരൽ ഷേപ്പ്, പോളിഗണൽ ഷേപ്പ്. ഏത് ഷേപ്പ് ആകുന്നു? ഡംബൽ ഷേപ്പാണ് ആകുന്നത്. Then fourth one, in monocots which type of vascular bundles are seen? Open, closed, enlarged, narrow. In monocots വരുമ്പോൾ ഓപ്പൺ ആണോ, ക്ലോസ്ഡ് ആണോ, എൻലാർജ് ആണോ, നാരോ ബണ്ടിൽസ് ആണോ കാണുന്നത്? മോണോകോട്സിൽ വരുമ്പോൾ അവിടെ സെക്കൻഡറി ഗ്രോത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ വാസ്കുലർ ബണ്ടിൽസിൽ ക്യാമ്പിയം ഉണ്ടാവില്ല. അപ്പോൾ ദാറ്റ് ഈസ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽസ് ആർ സീൻ. In stems, which type of vascular bundles? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the main function of stomata. Main function of stomata എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണോ, gaseous exchange, opening and closing, absorption. Main function of stomata എന്ന് പറയുന്നത് it is the option B, gaseous exchange. Then what are the function of trichomes? Trichomes എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റെം ഹെയർസ് ആയിരുന്നു ട്രൈക്കോംസ് എന്ന് പറയുന്നത്. ട്രൈക്കോംസിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ, ഗേഷ്യസ് എക്സ്ചേഞ്ച്, അബ്സോർപ്ഷൻ. പ്രൊട്ടക്ഷൻ ആണ്, അബ്സോർപ്ഷൻ ഒന്നും നടക്കില്ല. ഒരു സ്റ്റെം ഹെയർസ് വെച്ചിട്ട് അബ്സോർബ് ചെയ്യാനൊന്നും പറ്റില്ല, ഗേഷ്യസ് എക്സ്ചേഞ്ച് പറ്റില്ല. പിന്നെ നമ്മൾ പഠിച്ചത് പ്രൊട്ടക്ഷൻ ആണ് സ്റ്റെം ഹെയർസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ എയ്ത്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്? റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്? ഗാർഡ് സെൽസ് contain chloroplast. അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഔട്ടർ വോൾസ് ഓഫ് ഗാർഡ് സെൽസ് ആർ തിക്ക്. ഔട്ടർ വോൾ ആണോ ഇന്നർ വോൾ ആണോ തിക്ക്? ഇന്നർ വോൾ ആണ് തിക്ക്, ഔട്ടർ വോള് തിന്നാണ്. അപ്പോൾ അതാണ് റോങ് ആൻസർ. സബ്സിഡറി സെൽസ് ലാക്ക് ക്ലോറോപ്ലാസ്റ്റ്. സബ്സിഡറി സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, അത് കറക്റ്റാണ്. ഓൾ എ ബി സി, ആ ഓപ്ഷനും പറ്റില്ല. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഔട്ടർ വോൾസ് ഓഫ് ഗാർഡ് സെൽസ് ആർ തിക്ക്. തിക്കല്ല, തിന്നാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ? ട്രൈക്കോംസ് ആർ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ? Ninth question, which of the following statement is or are true? First one, trichomes are unicellular or multicellular outgrowths of epidermis. Second option, stinging hairs protect plants from herbivorous animals. Third option, trichomes helps in the dispersal of seed and fruit. Fourth option, all A, B, C. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ്. എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. ട്രൈക്കോംസ് യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ ആകാമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റിങ്ങിങ് ഹെയർസ് പ്രൊട്ടക്ട് പ്ലാന്റ് ഫ്രം ഹെർബിവോറസ് ആനിമൽസ്. അല്ലേ, സ്റ്റിങ്ങിങ് ഹെയർസ് ഹെർബിവോറസ് ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈക്കോം ഹെൽപ്പ് ഇൻ ദ ഡിസ്പോസൽ ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 9th ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ കോർട്ടെക്സ് റീജിയൻ. കോർട്ടെക്സ് റീജിയൻ നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതായത് എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു റീജിയനാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ എടുത്ത് അതിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഈസ് എപ്പിഡെർമിസ് ആണ്, നമ്മൾ പറഞ്ഞ കോമ്പാക്ട്ലി പാക്ഡ് സെൽസ്. ദെൻ സെക്കൻഡ് റീജിയൻ ഈസ് കോർട്ടെക്സ്. തേർഡ് റീജിയൻ ഈസ് എൻഡോഡെർമിസ്. അപ്പോൾ എവിടെ തൊട്ട് എവിടം വരെ കോർട്ടെക്സ് റീജിയൻ വരും? എപ്പിഡെർമിസ് തൊട്ട് എൻഡോഡെർമിസ് വരെയാണ് കോർട്ടെക്സ് റീജിയൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ്.